Hello friends, welcome to Just Creative World. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇതിൻ്റെ പ്രത്യേകത ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈനോ സോൾട്ടോ ബേക്കിംഗ് സോഡയോ ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ചോദിച്ച് വാങ്ങിക്കഴിക്കും. അത്രയും ടേസ്റ്റാണ് ഇതിന്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് മല്ലിയിലയും സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും 1/4 കപ്പാണുള്ളത്. പിന്നെ പച്ചമുളക് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് തന്നെ അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വേണ്ടി വരും. ആദ്യമേ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പാകത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. അപ്പം ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു സ്മൂത്ത് ബാറ്ററായിട്ട് ഇപ്പം കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് മിക്സിക്കകത്തൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് കട്ടകളില്ലാതെ കിട്ടും. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചേരുവകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് സവാള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് 1/4 കപ്പ്, അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ടാലും മതി. ഇനി മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യമാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ചും കൂടെ വെജിറ്റബിൾസ് വേണമെന്നുള്ളവരാണെങ്കിൽ ബീൻസും ക്യാബേജൊക്കെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ഇത്രയും വെജിറ്റബിൾസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇതൊരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ അല്ല, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മളുടെ ദോശ നല്ല കനം കുറഞ്ഞ് കിട്ടുന്നത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് മുരിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. 2 സൈഡും മാറി മാറിയിട്ട് മുരിച്ചെടുക്കുക. മറ്റേ സൈഡിലും കൂടെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡും മുരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതേപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു പാകത്തിൽ ഏകദേശം 6 or 7 ദോശയായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്ന പാനിൻ്റെ വലുപ്പം അനുസരിച്ച് ചിലപ്പം ചെറിയ വ്യത്യാസം വരും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിതിൻ്റെ സൈഡിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിൽ തൈര് വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണിത്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.